MGM റേഡിയോ ക്ലബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 6th ബിയിൽ പഠിക്കുന്ന ദിയാ ദീപക് ഞാനറിഞ്ഞ ഗുരു എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ശ്രീ നാരായണ ഗുരുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇരുട്ടിലാണ്ട് കേരളീയ സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച മഹാനാണ് ശ്രീനാരായണ ഗുരു. ജാതിയുടെയും അന്ധവിശ്വാസത്തിന്റെയും പിടിയിലമർന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് വഴികാട്ടിയായിരുന്നു അദ്ദേഹം. 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തിയിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി ചതയം നക്ഷത്രത്തിൽ വയൽവാരം വീട്ടിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് നാണുവാശൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ജാതി ചിന്തകളും തൊട്ടുകൂടായ്മയും കൊടികുത്തി വാണിരുന്ന നമ്മുടെ കേരളത്തിൽ ഗുരുസന്ദേശം ഒരു പുതിയ വീക്ഷണവാതിലാണ് തുറന്നിട്ടത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ദർശനം മനുഷ്യരാശിയെ മാറ്റിമറിച്ചു. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെയാണെന്നും മതം പലതല്ല ഒന്നാണെന്നും ഗുരു അനുശാസിച്ചത്. വിഭാഗീയതകളില്ലാത്ത ഒരു ലോകത്തിന്റെ പുനഃസൃഷ്ടിയായിരുന്നു ഗുരുദേവന്റെ സ്വപ്നം. ഗുരുദേവൻ സ്വപ്നം കാണുക മാത്രമല്ല, അത് പ്രവർത്തിക്കുകയും ചെയ്തു. അടിച്ചമർത്തപ്പെട്ടവർ എങ്ങനെ സ്വാതന്ത്ര്യം നേടിയെടുക്കണമെന്ന് കാണിച്ചു തന്നൊരാൾ കൂടെയാണ് ഗുരുദേവൻ. മനുഷ്യസ്നേഹികളിൽ ഗുരുവും ഗുരുവിൽ മനുഷ്യസ്നേഹിയുമായിരുന്നു ഗുരുദേവൻ. മതം, ജാതി, ആചാരം, അനുഷ്ഠാനം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, ആത്മവിദ്യ, കൃഷി, തൊഴിൽ, മദ്യവർജനം എന്നിങ്ങനെ മാത്രമല്ല, സാംസ്കാരികവും വ്യക്തിപരവുമായ പലതരം ജീവിത പ്രശ്നങ്ങളുടെയും നേർക്ക് മറുപടിയില്ലാത്ത ദർശന സാഫല്യമാണ് ഗുരുദർശനങ്ങൾക്ക്. അരുവിപ്പുറത്ത് നെയ്യാൽ നിന്ന് മുങ്ങിയെടുത്ത ഒരു പാഴ്ശിലയിൽ ശിവചൈതന്യം പ്രതിഷ്ഠിച്ച ഗുരുവിന്റെ ആദ്യ പ്രയത്നം തന്നെ കേരളത്തിലെ ഐതാചാരത്തിന്റെ കടയർക്കുന്നതായിരുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിമിത്തം പീഡിതരായ ഇവിടുത്തെ ജനങ്ങൾക്ക് ആദ്യമായി ഒരു വിമോചന ശബ്ദം കേൾക്കാൻ സാധിച്ചത് ഇവിടെയായിരുന്നു. ജാതി ഭേദമതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ഈ ഈരടികൾ കേരളത്തിലെ മാത്രമല്ല, ലോകത്തിലെ തന്നെ സമത്വത്തിന്റെയും സമാധാനത്തിന്റെയും പൊൻകിരണങ്ങളായിരുന്നു. മനുഷ്യന് വേണ്ടി ചിന്തിച്ച ഗുരുവിന്റെ സംഭവബഹുലമായ ജീവിതത്തെ പ്രൊഫസർ MK സാനുവിന്റെ നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്ര കൃതിയിലൂടെ അതിശ്രേഷ്ഠമായ വാക്കുകളിലൂടെ വരച്ചു കാട്ടിയിട്ടുണ്ട്. കേരള നവോത്ഥാന പിതാവായ ഈ യുഗവര്യൻ അനാചാരങ്ങളാലും ഉച്ചനീചത്വങ്ങളാലും സമൂഹത്തിന് അറിവിന്റെ വെളിച്ചം പകർന്നുകൊണ്ട് കേരളീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തു. മതസൗഹാർദ്ദം, മാനവികത തുടങ്ങിയ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വസാഹോദര്യത്തിന്റെ മുദ്രാവാക്യമായ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ദർശനത്തിലൂടെ മത അന്ധതയും വർഗവർണ്ണ വേർതിരിവും ഇല്ലാതാക്കുന്ന മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ദൈവവിശ്വാസം, മതവിശ്വാസം എന്നിവയുടെ അടിസ്ഥാനം മനുഷ്യ നന്മയായിരിക്കണമെന്ന സന്ദേശം ജനസമൂഹത്തിലേക്ക് എത്തിച്ച മഹായോഗിയായിരുന്നു ഗുരുദേവൻ. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവിൻ, സംഘടന കൊണ്ട് ശക്തരാകുവിൻ. മദ്യം വിഷമാണ്, അത് എടുക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് തുടങ്ങിയ ഗുരുവചനങ്ങൾ സാംസ്കാരിക നവോത്ഥാനത്തിന് ആണിക്കല്ലായി വർദ്ധിച്ചു. ശ്രീ നാരായണ ധർമ്മ പരിപാലന സംഘം ജാതി മതമേതമന്യേ സകലർക്കും വേണ്ടിയുള്ളതാണെന്ന് അദ്ദേഹം ശക്തമായി പ്രഖ്യാപിച്ചത്. ഇതിലൂടെ മുന്നിൽ കണ്ടത് മനുഷ്യരാശിയുടെ മുഴുവൻ നന്മയും പ്രകാശവുമാണ്. വഴിനടപ്പ് സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, ഇതിലേറെ ഉപരി ജീവിത സ്വാതന്ത്ര്യങ്ങൾക്കാണ് ഗുരുദർശനങ്ങൾ ഊന്നൽ നൽകിയത്. ശ്രീയും നാരായണനും ഗുരുവും ചേർന്ന ആ നാമം സകലവിധ അനീശ്വര്യങ്ങളുടെയും
സർവവിധ മനുഷ്യത്വഹീനതയുടെയും സർവവിധമായ ഇരുട്ടുകളുടെയും നിർമാർജനത്തിന് കേരളക്കരയിലൊച്ച സൗര തേജസ്സാണ്. മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങളാം മണൽത്തട്ടിന്മേൽ നിലത്തെഴുത്തിനിരുന്നപ്പോൾ വടിയും കുത്തിച്ചെല്ലും അകർമ്മ യോഗീന്ദ്രന്റെ വിടരും മേഖലൽ വിശ്രമം കൊണ്ട് വിശ്വം എന്ന ശ്രീ വയലാർ രാമവർമ്മയുടെ ഈ ഈരടികൾ മൗനമന്ത്രങ്ങളാക്കിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.